നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് കറുത്ത വാവ് ദിവസമാണ്. ഇന്ന് കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്ന നേരത്തെ പ്രവചനമുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലയിലും മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. നാളെ 8 ജില്ലയിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജൂൺ 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കാലവർഷം കേരളത്തിൽ എത്തിയിട്ട് 1 മാസം തികയുമ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ 53% അധികം മഴയാണ് ലഭിച്ചത്. പതിവ് പോലെ കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് തുടങ്ങിയ വടക്കൻ ജില്ലകളിലാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം കണ്ണൂരിൽ 1432 മില്ലിമീറ്ററും മഴയാണ് ലഭിച്ചത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. ജലസേചന വകുപ്പിന്റെ കണക്കിൽ കാസർഗോഡ് 1647 മില്ലിമീറ്റർ എന്നിവയാണ് ഈ ജില്ലയിൽ പെയ്ത മഴ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ്. അതായത് വരും ദിവസങ്ങളിലും നമ്മുടെ പല ജില്ലകളിലും, വടക്കൻ ജില്ലകളിലും തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും ഒക്കെ തന്നെ മഴയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കടൽ പ്രക്ഷുബ്ധമാകുമെന്ന്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലേക്ക് കടലിലേക്ക് ഇറങ്ങുന്നവർ, മീൻ പിടിക്കാനായി പോകുന്ന മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ ഒക്കെ തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുക, മുന്നറിയിപ്പുകൾ കൃത്യമായി തന്നെ പാലിക്കുക. അതില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവന് പോലും ആപത്താകാനുള്ള സാധ്യതയുണ്ട്. ഈ ജൂൺ ആരംഭം മുതൽ തന്നെ വളരെ ശക്തമായ മഴയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. 14, 15, 16 തീയതികളിലൊക്കെ തന്നെ തോരാത്ത മഴ തന്നെയാണ് ലഭിച്ചിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിൽ മാത്രമല്ല ഈ നമ്മുടെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് ലഭിച്ചിരുന്നത്. തോരാത്ത മഴ എന്ന് വേണമെങ്കിൽ പറയാം. പലയിടങ്ങളിലും ജീവന അപകടം വരെ തന്നെ സംഭവിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാറ്റിൽ പലയിടങ്ങളിലാണ് മരം ഇടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കൃഷിനാശം അടക്കം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കാലവർഷം കേരളത്തിൽ എത്തിയിട്ട് 1 മാസം തികയുമ്പോഴാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ 53% അധിക മഴ എന്ന് പറയുന്നത്, അതായത് പകുതി കൂടുതൽ ശതമാനം അധിക മഴ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജൂൺ 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ജാഗ്രത പുലർത്തുക, മറക്കാതിരിക്കുക.